തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട്, അതായത് ദൈ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ്, അതിന് നേരെ എതിർവശത്തായിട്ട് നമുക്കൊരു 15 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഞാനിന്ന് പറയാൻ പോകുന്ന വിലയ്ക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് നിങ്ങൾ സാധാരണ ഹൗസ് പ്ലോട്ടുകൾ നോക്കിയാൽ പോലും കിട്ടത്തില്ല. ഇത് വരുന്നത് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ കാണുന്ന പോലെ നിങ്ങൾക്കൊരു ലോഡ്ജൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഫാമിലി കാസിൽ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും അതിൻ്റെ മേളിൽ ലോഡ്ജുമായിട്ട് കാണാം. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി നല്ല വീതിയുള്ള റോഡാണ്. നമുക്ക് 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ രീതിയിൽ വീതിയുള്ള റോഡാണ്. അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത്. ഈ ഒരു പ്ലോട്ടിന് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഈ കാണുന്ന 15 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. കരഭൂമിയാണ്, ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വേറെ ഇനി ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇവിടങ്ങളിലൊരു വീട് വയ്ക്കാൻ സാധാരണഗതിയിൽ നമ്മൾ കരിക്കകം ആ റൂട്ടിലൊക്കെ പ്രോപ്പർട്ടീസിന് വില ചോദിക്കുന്നത് 14-15 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ നല്ലൊരു മെയിൻ റോഡ് അരികത്തായിട്ട്, റെയിൽവേ സ്റ്റേഷന് തൊട്ടരികത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി. ഇനി നിങ്ങളിപ്പോൾ ഇഫ് ഇൻ കേസ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ തമ്പാനൂരേക്ക് പോകണമെങ്കിലോ കൊല്ലം പോകണമെന്നുണ്ടെങ്കിലോ ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ കയറി പോകാനേ ഉള്ളൂ. ആ രീതിയിൽ ആക്സസ് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ടോട്ടലായിട്ട് 15 സെൻറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 13 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ഇനി ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വിറ്റുപോകാൻ സാധ്യതയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കാരണം അത്രയും നല്ല നീറ്റായിട്ടുള്ള പ്രൈസാണ് ഈ പ്രോപ്പർട്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത്. മിസ്സാക്കല്ലേ, വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും. നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് 2 ഗേറ്റുകളുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ ഈ സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് വെൺപാലവട്ടത്ത് നിന്ന് നമ്മുടെ NH നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ ഇത് നേരെ പോയി കയറുന്നത് നമുക്ക് വേളിയിൽ ചെന്ന് കയറാൻ സാധിക്കും. ആ രീതിയിലുള്ള റോഡാണ്. ഈ റോഡിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത്. മറ്റേത് അപ്പുറത്തെ സൈഡ് വരുന്നത് ബാക്ക് ഗേറ്റാണ്. നമ്മുടെ ശംഖുമുഖത്തേക്ക് പോകുന്ന ആ റോഡിൽ നിന്ന് വേളി പോകുന്നൊരു വഴിയുണ്ട്. അതല്ല, വെൺപാലവട്ടത്ത് നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയാണ്. ഇവിടെയൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടറെല്ലാം ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്.